സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പാർട്ടായിട്ട് കാണാം. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ടെസ്റ്റ് പേപ്പറിൻ്റെ ആൻസർ ഡിസ്കഷന് വന്നാലേ ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഓരോ യൂട്യൂബ് ടീച്ചേഴ്സിനും ഐ തിങ്ക് എല്ലാവർക്കും നിങ്ങളുടെ റെസ്പോൺസ് കിട്ടുമ്പോണ്ടല്ലോ നമുക്ക് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ ചെയ്തു പോകും. കാരണം എനിക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസാണ്. നിങ്ങളെ ടെസ്റ്റ് പേപ്പർ നിങ്ങൾ ചെയ്തു, അതുമാത്രമല്ല കുറച്ച് പേര് എനിക്കത് ആൻസർ ഷീറ്റ്സ് മെയിൽ ചെയ്തെന്നു. ഭയങ്കര സന്തോഷം. അപ്പം നമുക്ക് എന്തായാലും നല്ല മാർക്ക് തന്നെ വാങ്ങും. വെറും മാർക്കല്ല, ഞാൻ ഒരിക്കലും പറയില്ല മാർക്കാണ് ഒരാളുടെ ക്രൈറ്റേറിയ. ഒന്നുമല്ല, ഒരാളെ ക്രൈറ്റേറിയ നമ്മൾ സബ്ജക്റ്റ് പഠിച്ചെന്നുള്ളത് എന്താ വെച്ചാൽ ആ സബ്ജക്റ്റ് നമുക്ക് അറിയൂ, അതാണ് അവിടെ ഇമ്പോർട്ടൻസ്. നമ്മൾ പഠിക്കണ കാര്യം നമുക്ക് മനസ്സിലായോ എന്നുള്ളതാണ്. ബട്ട് മാർക്കും അതിൻ്റെ കൂടെ, കാരണം നമുക്കിപ്പം മാർക്ക് വേണമല്ലോ ഹയർ സ്റ്റഡീസിനൊക്കെ പോകണം. അപ്പോൾ മാർക്ക് അതിൻ്റെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ബേസ് ഉള്ള ഒരാൾക്ക് എന്താവും, ഓട്ടോമാറ്റിക്കലി ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ എഴുതാൻ പറ്റും. ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളുടെ റെസ്പോൺസ് കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യണേ, നമ്മൾ ഇന്ന് ആൻസർ ഡിസ്കഷൻ ആട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സബ്ഷെൽ ഇസ് നോട്ട് പോസിബിൾ. ഏതാണ് സബ്ഷെല്ല് പോസിബിൾ അല്ല? ഏതൊക്കെ സബ്ഷെല്ല് തന്നിട്ടുണ്ട്? 2P തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, 2P ഉണ്ട്, 4S ഉണ്ട്, 3F ഉണ്ട്, 1S ഉണ്ട്. വിച്ച് സബ്ഷെൽ ഇസ് നോട്ട് പോസിബിൾ? ഏത് സബ്ഷെല്ലാണ്? നമുക്കറിയാം KLMN സബ്ഷെല്ലുകളുണ്ട്, മെയിൻ ഷെല്ലുണ്ട്, അതിൻ്റെ സബ്ഷെല്ലുകളാണ്. കെക്ക് ഒരു സബ്ഷെല്ല്, എല്ലിന് 2 സബ്ഷെല്ല്, എമ്മിന് 3 സബ്ഷെല്ല്, എന്നിന് 4 സബ്ഷെല്ല്. 3 ഒരിക്കലും എഫ് ഇല്ല. 3ക്ക് ഏതൊക്കെയാണ്? 3S, 3P, 3D. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഇസ് നോട്ട് പോസിബിൾ. ഈ ഒരു സബ്ഷെല്ല് പോസിബിൾ അല്ല. സോ വിച്ച് ഇസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ആർ ദി സബ്ഷെൽ പോസിബിൾ ഇൻ എൽ സബ്ഷെൽ. എല്ലിൽ പോസിബിൾ, എൽ ഷെല്ലിൽ പോസിബിൾ ആയിട്ടുള്ള ഏതൊക്കെ സബ്ഷെൽസാണ് ഉള്ളത്? എല്ലിൽ ഏതൊക്കെയാ? എൽ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഷെല്ലാണ്. അപ്പോൾ സെക്കൻഡ് ഷെല്ലിൽ എത്ര സബ്ഷെല്ലാ? 2 സബ്ഷെല്ലുകളാണ് പോസിബിൾ. ഏതൊക്കെയാ? S and P are the 2 subshells possible in L shell. ഈ third question, pick out the wrong electronic configuration. അതിലെ wrong electronic configuration നമ്മൾ കണ്ടുപിടിക്കണം. ഏതൊക്കെയാണ് നമ്മുടെ കോൺഫിഗറേഷൻ? വിച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇസ് നോട്ട് പോസിബിൾ? സബ്ഷെൽ കോൺഫിഗറേഷൻ ഇസ് നോട്ട് പോസിബിൾ. അപ്പം നമ്മൾ നോക്കുക, 1s2, 2s2, 2p7 തന്നിട്ടുണ്ട്. പിയിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാ? 6. അപ്പം ഈ ഒരു കോൺഫിഗറേഷൻ പറ്റില്ല, നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇനി നെക്സ്റ്റ് നോക്കുക, 1s2, 2s2, 2p6, 3s1, 3p6 പോസിബിൾ ആണോ? ഒരിക്കലും എസ് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യാതെ നമ്മൾ പീൻ്റെ അടുത്തേക്ക് പോകരുത്. സോ ദിസ് ഓൾസോ ഇറ്റ്സ് എ റോങ് കോൺഫിഗറേഷൻ. നെക്സ്റ്റ് 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d10. അപ്പം നമുക്കറിയാം ഇതും കറക്റ്റാണ്, കാരണം 3d10, 4s2 അത് കുഴപ്പമില്ല. ഇനി ഓപ്ഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d2. ഇത് കറക്റ്റാണോ? കാരണം 4s2 കഴിഞ്ഞിട്ട് തന്നെയാണ് നമുക്ക് 3d2 അല്ലേ? 4s ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എപ്പോഴും എന്തിലേക്ക് പോവുക? 3dയിലേക്ക്. സോ ഇത് രണ്ടും കറക്റ്റാണ്, ഇത് രണ്ടുമാണ് റോങ്. ഇനിയും ഞാൻ പറയണ കുറേ പേരെ ഇപ്പോഴും ചോദിക്കുന്നു എന്നോട്, എന്തിനാ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ തിരിച്ചിട്ട് ആൻസർ എഴുതണോ? ഉറപ്പായിട്ടും നിങ്ങൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുമ്പം നിങ്ങൾ എനർജി വൈസ് എഴുതി ശീലിക്കുക. കാരണം നമ്മൾ ഇപ്പം എങ്ങനെ എഴുതുക? 1s2, 2s2, 2p6, 3s2, 3p6, 3d, 4s എന്ന് എഴുതിയാൽ നമുക്ക് കൺഫ്യൂഷനാണ് ഫില്ല് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത്. നമുക്കറിയാം 3p കഴിഞ്ഞ് അടുത്തത് ഫില്ല് ചെയ്യേണ്ടത് 4s ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? 4s2 എന്നിട്ട് നിങ്ങൾ 3d ഫില്ല് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആൻസർ എഴുതുമ്പം കറക്റ്റായിട്ട് എഴുതിക്കോളൂ. ഇതിനൊക്കെ അത് അത്ര സമയമൊന്നും നമുക്ക് വേണ്ടല്ലോ. ഈ എഴുതിയ കാര്യം ഒന്ന് കോപ്പി ഡൗൺ ചെയ്തിട്ട് ഷെൽ വൈസ് എഴുതുന്നതിൽ എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കുള്ളത്? അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതി ശീലിക്കുക. അപ്പോൾ ചോദിക്കും ഇങ്ങനെ എഴുതിയാൽ മതിയോ? ഇതെന്തിനാ ഇങ്ങനെ എഴുതുക? ഇങ്ങനെ എഴുതിയാലല്ലേ നമുക്ക് ഇലക്ട്രോൺസ് ഏത് ഷെല്ലിലാണ് ആദ്യം പോകേണ്ടതെന്നുള്ള എനർജി മനസ്സിലാവുക. അതിനാണ് നമ്മൾ ഈ എനർജി വൈസ് എഴുതുന്നത്. എനർജി വൈസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഷെൽ വൈസ് എഴുതണം. മനസ്സിലാവുന്നുണ്ട്? ഇതെന്നും ക്ലാസ്സിൽ ഇങ്ങനെ ഡൗട്ടാണ്. സോ ഇതിൽ 2 കോൺഫിഗറേഷൻ ആണ് തെറ്റ്. സോ വിൽ ഗോ വിത്ത് ദ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചോളൂ, എന്താണ്
The atomic number of an element X is 12. Write the subshell electronic configuration. Which is the period of the element belongs to? Which block does it belong to? Write the molecular formula of the chloride of X. The valency of chlorine is given. ഇത് തന്നെ നമ്മൾ എത്രയോ തവണ ചെയ്തിട്ടുണ്ട് അല്ലേ? എക്സ് 12 ആണ്. സബ്ഷെൽ എഴുതാണ് 1s2 2s2 2p 4 ഇവിടെ കഴിഞ്ഞു 2p6 അപ്പോൾ 10 ആയി 3s2. കോൺഫിഗറേഷൻ റെഡി ആയല്ലോ. 1s2 2s2 2p6 3s2 2 4 6 12 അത് കഴിഞ്ഞു. ഏത് പീരിയഡിലാണ്? പീരിയഡിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോർമുല ഒരു കോഡ് ആലോചിക്കുക. PS പീരിയഡ് ഷെല്ല്. എത്ര ഷെല്ലുണ്ടോ അത്രയും പീരിയഡ്സ് ഉണ്ട്. എത്ര ഷെല്ലുണ്ട്? ഒരു ഷെല്ല്, 2 ഷെല്ല്, 3 ഷെല്ല്. സോ ദ പീരിയഡ് ഇറ്റ് ബിലോങ്സ് ടു ദ തേർഡ് പീരിയഡ്. ഏത് ബ്ലോക്കിലാണ്? നമുക്കറിയാം ഫസ്റ്റും സെക്കൻഡും മാത്രമേ വേണ്ട. ഏത് ബ്ലോക്കാന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് അതായത് 1 2 3 ലാസ്റ്റ് ഇലക്ട്രോൺ. അതായത് നമ്മൾ ബ്ലോക്ക് ചോദിക്കുമ്പം ഏതിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത്? ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തിരിക്കുന്നത് എസ് ബ്ലോക്കിലാണ്. സോ ഇറ്റ് ബിലോങ്സ് ടു ദി എസ് ബ്ലോക്ക്. ഫസ്റ്റ് അതായത് ഫസ്റ്റ് സെക്കൻഡ് ഗ്രൂപ്പിൽ ഏതോ ആവാം, എസ് ബ്ലോക്കിലാണ്. പിന്നെ നമുക്കറിയാം ഏത് ഗ്രൂപ്പിലാണെന്ന് ചോദിച്ചാലും ഏത് പീരിയഡ് ഗ്രൂപ്പിലാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് സെക്കൻഡിലാണ്. സോ അത് നമ്മൾ ചോദിച്ചില്ലേ സെക്കൻഡ് ഗ്രൂപ്പ്. മോളിക്കുലാർ ഫോർമുല ഓഫ് ദി ക്ലോറൈഡ് ഓഫ് എക്സ്. എക്സിൻ്റെയും ക്ലോറൈഡും വെച്ചിട്ടുള്ള ഒരു ഫോർമുല, കോമ്പൗണ്ട് ഫോർമുല എഴുതണം. ക്ലോറിൻ്റെ വാലൻസി തന്നിട്ടുണ്ട് 1. ഇവിടെ നോക്കുക. അപ്പോൾ ഇതിൻ്റെ വാലൻസി നമുക്കറിയണം. വാലൻസി എന്ന ദ ടെൻഡൻസി, അതായത് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസിൻ്റെ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് നമ്മൾ വാലൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക. ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ 3s2 ആണ്. ഇവിടെയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നുള്ള ഷെല്ല് 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ്. അപ്പോൾ ആ 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ 2 ഇലക്ട്രോൺ ഒഴിവാക്കിയാൽ പോരെ. ഓൾ ദ എലിമെൻറ്റ്സ് ഹാവ് എ ടെൻഡൻസി ടു അറ്റൈൻ എൻ ഒക്ടറ്റ് കോൺഫിഗറേഷൻ. ഇവിടെ ഒക്ടറ്റ് കോൺഫിഗറേഷൻ കിട്ടണമെങ്കിൽ ഈ 2 എണ്ണത്തിനെ ഒഴിവാക്കിയാൽ മതി. ഈ 2 എണ്ണത്തിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാലൻസി എന്താ? 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരെ വാലൻസി അവരെ തലയുടെ മുകളിൽ എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ക്രോസ് ചെയ്യും. സോ ദ ഫോർമുല ഈസ് എക്സിൻ്റെ വാലൻസി ക്ലോറിൻ്റെ വാലൻസി എക്സിനും വരും. സോ ദ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഇസ് XCl2. ഇതൊക്കെ നമ്മളൊരു കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇത്. സോ വിൽ ഗോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ subshell electronic configuration of an element is given. What is the atomic number? To which group does this element belong? Simple question അല്ലേ. ഇതൊക്കെ നമ്മൾ എത്ര എണ്ണം ചെയ്തത്. ഇതിൻ്റെ ആറ്റോമിക് നമ്പർ എങ്ങനെയാണ് കാണുക? നമ്മൾ ഈ എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്യുക. 2 + 2 4 4 + 2 6 6 3 18 18 + 2 20 23. So the atomic number is equal to 23. To which group it belongs to? Which group? ഏത് ഗ്രൂപ്പിലാണ് ബിലോങ് ചെയ്യുന്നത്? നല്ലോണം ശ്രദ്ധിക്കണം. ഇത് വിച്ച് ഗ്രൂപ്പ് അല്ലേ, അവർ ഏത് ഗ്രൂപ്പിലാണെന്നുള്ളത് അറിയണം. അപ്പോൾ അതിന് നമ്മൾ നോക്കേണ്ടത് നമുക്കറിയാം ഔട്ടർ മോസ്റ്റ്, അതായത് ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇതൊരു ഡി ബ്ലോക്കിലെ എലിമെൻ്റ് ആണ്. ബിക്കോസ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ദ ഡി സബ്ഷെൽ. ഡി ബ്ലോക്കിലാണ് ഇലക്ട്രോൺ എങ്കിൽ നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസും തൊട്ട് മുന്നുള്ള ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോൺസിനും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഗ്രൂപ്പ് കിട്ടുന്നത്. സോ അത് ഏത് ഗ്രൂപ്പിലാണ് ഇത് ബിലോങ് ചെയ്തിരിക്കുന്നത്? ഇറ്റ്സ് ബിലോങ്സ് ടു ദി 5th ഗ്രൂപ്പ് അല്ലേ. 3 + 2 5, അതായത് ഔട്ടർ മോസ്റ്റ് എസ് ഷെല്ലിലെയും അതിൻ്റെ തൊട്ട് മുന്നുള്ള പ്രിസീഡിങ് ആയിട്ടുള്ള ഡി സബ്ഷെൽ ഇലക്ട്രോൺസിനെയും ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ഏത് ഗ്രൂപ്പിലാണെന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എസ്സിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ആ ഇലക്ട്രോണിൻ്റെ നമ്പർ എഴുതി. അത് പിയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 10+ ആ ഇലക്ട്രോണിൻ്റെ നമ്പറിന് എഴുതും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ എന്താ ചെയ്യണത്? നമ്മൾ ഇങ്ങനെയാകുമ്പോൾ പ്രിസീഡിങ്, അതായത് ഡി സബ്ഷെല്ല് ഡി ബ്ലോക്കിലെ എലിമെൻ്റ് ആണ് ഇതെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണും അതിൻ്റെ തൊട്ട് മുന്നുള്ള ഡി ബ്ലോക്കിലെ ഇലക്ട്രോണിൻ്റെ നമ്പറും കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടുക. ഒക്കെ നമ്മൾ അന്ന് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഡൗട്ടുള്ളവർ ആ ഒരു പോർഷൻസ് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എസ് ബ്ലോക്കിലെ കാര്യം പി ബ്ലോക്കിലും ഡി ബ്ലോക്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? Analyze the given subshell electronic configuration and answer the question. കുറേ ഇലക്ട്രോണിക് subshell configuration തന്നിട്ടുണ്ട്. നമുക്കത് നോക്കിയിട്ട് കുറച്ച് ആൻസർ പറയണം. എന്തൊക്കെയാണ്? Which among these elements show -2 oxidation state? Which among these elements does not take part in chemical reaction? And the third one, which element which shows different oxidation state? Which among this given elements show lowest ionization energy? Very simple.
ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എലിമെൻറ്റ് ഷോ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഒരു എലിമെൻ്റ് എപ്പോഴാണ് -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക? അതിൻ്റെ കയ്യിൽ 2 ഇലക്ട്രോൺ കിട്ടിയാൽ അല്ലേ, അതിൻ്റെ കയ്യിൽ 2 ഇലക്ട്രോൺ കിട്ടുമ്പോഴാണ് ഇറ്റ് ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു അക്സെപ്റ്റ് 2 ഇലക്ട്രോൺ. അത് ഇവിടെ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ 2 ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി നോക്കാം. ഫസ്റ്റ് ഇലക്ട്രോണിൽ നമ്മൾ എപ്പോഴും അങ്ങനെ ഒരു ടെൻഡൻസി നോക്കുക, ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 + 2 8. അതിന് ഒരു ആവശ്യമില്ല ഇലക്ട്രോൺ. രണ്ടാമത്തെ നോക്കുക, ഔട്ടർ മോസ്റ്റ് ഷെൽ ഏതാ? തേർഡ് ഷെല്ലാണ്. അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 + 4 6 ഇലക്ട്രോൺ ഉണ്ട്. ഏതൊരു എലിമെൻറ്റ് എത്ര ടെൻഡൻസി ഉണ്ടാവും? ഇറ്റ് ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു എറ്റെയിൻ ആൻ ഒക്ടറ്റ് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ഈ 6ൽ 2 എണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്തായി? 8 ഇലക്ട്രോണായി. അപ്പോൾ അതിൻ്റെ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റാണ് കാണിക്കുക? ഇറ്റ് ഹാസ് എ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇറ്റ് ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ആക്സെപ്റ്റ് 2 ഇലക്ട്രോൺ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഏതാ? ബി. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, നമുക്ക് അടുത്തും കൂടെ നോക്കാം. ലാസ്റ്റ്, അതായത് സിയിൽ ലാസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് 4th സബ് ഷെല്ലാണ്. അതിൽ 2 ഇലക്ട്രോൺ ഉള്ള, അപ്പോൾ അതിനൊരിക്കലും ഇലക്ട്രോൺ വാങ്ങാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, 2 ഇലക്ട്രോൺ. ഇനി ഡി നോക്കാം. ഡിയിലും ലാസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്, ലാസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് 3s ആണ്. അതിനും ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ടെൻഡൻസി ടു ആക്സെപ്റ്റ്, 6 ഇലക്ട്രോൺ ഒന്നും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല. സോ ദ എലിമെൻറ്റ് വിത്ത് -2 ഓക്സിഡേഷൻ ഇസ് ഡി. നോ കെമിക്കൽ റിയാക്ഷൻ. നിങ്ങൾക്കറിയാം, ഒരാൾ കെമിക്കൽ റിയാക്ഷനിൽ എപ്പോഴാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുക? അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ളത്. ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ളത് ആരാതാ? 1s2 2s2 2p6. ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് സബ് ഷെല്ലാണ്. അതിൽ 6 + 2 8 ഇലക്ട്രോൺ. സോ നോ കെമിക്കൽ റിയാക്ഷൻ പാർട്ടിസിപ്പേറ്റ് ബൈ എ. ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക. ഞാൻ പറഞ്ഞു ഡി ബ്ലോക്കിലെ എലിമെൻറ്റ്സ് ആണ്. പല ടൈപ്പ് ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക. ഇവിടെ ഡി ബ്ലോക്കിൽ എലിമെൻ്റ് എന്ന് പറയാൻ സി ആണ്, കാരണം അതിൽ കണ്ടോതാ ഇലക്ട്രോൺ സെൻറ്റേഴ്സ് ഇൻ ദ ഡി സബ്ഷെൽ. അടുത്തത് ലോവസ്റ്റ് അയണൈസേഷൻ എനർജി. അപ്പോൾ എന്താ അയണൈസേഷൻ എനർജി? അയണൈസേഷൻ എനർജി ഇസ് ദ മിനിമം, ഏറ്റവും കുറച്ച് എനർജി, മിനിമം എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് ഈസ് റിക്വയർഡ് ബൈ എൻ ഇലക്ട്രോൺ ടു റിമൂവ് എൻ ഇലക്ട്രോൺ. അപ്പോൾ അതായത് അതിന് ഒരു കുറച്ച് എനർജി കൊടുത്താൽ തന്നെ അത് ഇലക്ട്രോണിനെ പുറത്തേക്ക് എടുത്ത് കളയും. അതാരാന്ന് നോക്കണം. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ടെൻഡൻസി ഉള്ളത് ആർക്കൊക്കെയാണ് ഉണ്ടാവുക നോക്കാം. അപ്പോൾ ലോവസ്റ്റ് അയണൈസേഷൻ ആരാ കാണിക്കുക? നമുക്കറിയാം എസ് ബ്ലോക്ക് എലിമെൻസിനാണ് ലോവസ്റ്റ് അയണൈസേഷൻ എനർജി അല്ലേ. സോ ആൻസർ ഇസ് ഡി. ഈ ചാർട്ട് മാത്രം നോക്കിയാൽ മതി. അതിലെന്താണ്? വിച്ച് ആർ എസ് ബ്ലോക്ക് എലിമെൻറ്റ്സ്? ഏതൊക്കെ എസ് ബ്ലോക്ക് എലിമെൻറ്റ്? നമുക്കറിയാം എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പാണ് എസ് ബ്ലോക്ക് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ എസ് ബ്ലോക്ക് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് എ, ബി ആൻഡ് സി ബിലോങ്സ് ടു എസ് ബ്ലോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മേ ഫോം കളേർഡ് കോമ്പൗണ്ട്? കളേർഡ് കോമ്പൗണ്ട്സ് ആരാ ഫോം ചെയ്യുന്നത്? ഡി ബ്ലോക്ക്. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലിമെൻറ്റ്സ്. അപ്പോൾ ഡി ആണ് ഇതിലുള്ളത്. അപ്പോൾ ഏതാണ് ഡി ബ്ലോക്കിൽ ഏത് എലിമെൻ്റ് അതിലുള്ളത്? ഡി എന്ന് പറഞ്ഞ എലിമെൻറ്റ്. വിച്ച് ഇസ് ദ ലീസ്റ്റ് റിയാക്റ്റീവ് എലിമെൻറ്റ് ഇൻ ദ ഗ്രൂപ്പ്? ഏറ്റവും ലീസ്റ്റ് റിയാക്റ്റീവ് എന്താ? ഒന്നെങ്കിൽ അവരുടെ കയ്യിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടാവണം അല്ലേ, അവരാണ് ലീസ്റ്റ് റിയാക്റ്റീവ്. ഇതിൽ 8 ഇലക്ട്രോൺസ് ഉള്ള ആരാണ്? 18th ഗ്രൂപ്പിൽ എഫ് ഉണ്ട്. പിന്നെ ഒന്നും നോക്കണ്ട, 18th ഗ്രൂപ്പിൽ ആളുണ്ടോ അവരാണ് ലീസ്റ്റ് റിയാക്റ്റീവ്. ബിക്കോസ് ദേ ഡോണ്ട് വോണ്ട് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ബിക്കോസ് ദേ ഹാവ് ഓൾറെഡി 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. ഫൈൻഡ് ദ എലിമെൻറ്റ് വിത്ത് 1 ഇലക്ട്രോൺ ഇൻ 4s സബ്ഷെൽ. 4s സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉള്ള ആളെ കണ്ടുപിടിക്കണം. അപ്പം തന്നെ നമുക്കറിയാം 4 ഇലക്ട്രോൺ ഉണ്ട്, 4th ഗ്രൂപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ അതായത് ഇവിടെ നോക്കിയത് 1 2 3 4, അവിടെ ബിയും സിയും ഉണ്ട്. അതിൽ 1 ഇലക്ട്രോൺ 4s സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉള്ളത് ആരായിരിക്കും? ബി ആണ് ഫസ്റ്റ് ഗ്രൂപ്പിൽ. അതായത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? 4s സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉള്ള ആളാണ്. 4s സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ 4s1 ആണ് അല്ലേ, 4s1 ആണ് അതിൻ്റെ അർത്ഥം. 4th സബ്ഷെൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 4th പീരിയഡിലാണ് പ്രസൻറ്റ് ചെയ്തത്. 4th പീരിയഡിൽ അവിടെ 2 എലിമെൻറ്റ്സ് ആണ് ഉള്ളത്. ആരൊക്കെയാണ്? ബിയും സിയുമാണ്. ഇനി എസ്സിൽ 1 ഇലക്ട്രോൺ ഏതാ? ഫസ്റ്റ് ഗ്രൂപ്പിൽ. ബി എന്ന് പറഞ്ഞ ആളെ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളൂ, 1 ഇലക്ട്രോൺ 1 ഗ്രൂപ്പ്. അപ്പോൾ അതുകൊണ്ട് ഏതാ? ആൻസർ ഇസ് ബി. ഇതൊക്കെ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും എടുത്ത് പറയാത്തത്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സം ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാംഗനീസ് ആർ ഗിവൺ ബിലോ. ദർ ആർ 4 ഷെൽസ്, 5 ഇലക്ട്രോൺസ് എൻറ്റേഴ്സ് ഇൻ ദ ഡി സബ്ഷെൽ. എന്തൊക്കെയാ തന്നെ? അതിൽ 4 സബ്ഷെൽസ് ഉണ്ട്. അതിൽ 5 ഇലക്ട്രോൺസ് എൻറ്റേഴ്സ് ഇൻ ദ ഡി സബ്ഷെൽ. അപ്പോൾ നമ്മൾ ആദ്യം 4 ഷെൽസ് ചെയ്ത് 1s 2s 2p 3s 3p 4s 3d. എന്നിട്ട് അവർ എന്തോ ഒരു കാര്യം കൂടെ പറഞ്ഞു.
and write and the last 5 electron centers into the D5 ആണ്. അപ്പോൾ ബാക്കിയുള്ള നമ്മളങ്ങ് ഫില്ല് ചെയ്താൽ മതി. ലാസ്റ്റ് ഇലക്ട്രോൺ സെൻറ്റേഴ്സ് ഇൻ ദ ഡി സബ്ഷെൽ 5 ഇലക്ട്രോൺസ്. അപ്പോൾ 1s2 2s2 2p6 3s2 3p6 4s2 3d5 ആണ് കോൺഫിഗറേഷൻ. ഇനി എന്താ നിങ്ങളോട് ചോദിച്ചത്? റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് മാംഗനീസ്. ഇനിയാണ് ഇവർ നിങ്ങളോട് ചോദിച്ചു മാംഗനീസ് അയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതിലെ MnO2 മാംഗനീസിൻ്റെ Mn അയോണിൻ്റെ കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം Mnൻ്റെ ചാർജ് എത്രയാണെന്ന് ഇതിൽ അറിയണം. ഓക്സിജൻ അവർ തന്നു -1. മാംഗനീസ് ഡയോക്സൈഡ് അല്ല തന്നത്, മാംഗനീസ് ഓക്സൈഡ് ആണോ നമുക്ക് തന്നത് അല്ലേ? മാംഗനീസ് ഡയോക്സൈഡ് MnO2. അപ്പം ഇതിൻ്റെ വാലൻസി നമുക്കറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാൻ അറിയാം. X+ 2 × -2 = 0 or X - 4 = 0 or X = +4. അപ്പോൾ ഇവിടെ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +4 ആണ്. അപ്പം +4 ആണ്. ഇനി നിങ്ങളോട് പറഞ്ഞത് Mn ഈ മാംഗനീസ് +4ൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണ്? മാംഗനീസ് +4ൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലേ? അപ്പം മാംഗനീസ് +4ൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ എങ്ങനെ എഴുതുക? നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് ആണ് എപ്പോഴും പോവുക എന്നുള്ളത് അല്ലേ? അപ്പം നമ്മൾ ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ എഴുതിയാൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഷെൽ വൈസ് നമ്മൾ എഴുതണം. അപ്പൊ ഏത് ഇലക്ട്രോണാ പോവുക? ഔട്ടർ മോസ്റ്റിലെ എസിലെ 2 ഇലക്ട്രോണും ഡിയിലെ 2 ഇലക്ട്രോണും. അങ്ങനെ 4 ഇലക്ട്രോൺ പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? Mn4+. അപ്പൊ എസിലെ 2 ഇലക്ട്രോണും ഡിയിലെ 2 ഇലക്ട്രോണും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് 3d3 കിട്ടും. ഇതാണ് Mn4+ന്റെ കോൺഫിഗറേഷൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2 അയോൺസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. അതായത് X2+ന്റെയും Y1- കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. നിങ്ങളോട് എന്താ പറഞ്ഞത്? റൈറ്റ് ദ സബ്ഷെൽ കോൺഫിഗറേഷൻ ഓഫ് X and Y. എക്സിന്റെയും വൈന്റെയും കോൺഫിഗറേഷൻ എഴുതാൻ സിമ്പിൾ അല്ലേ? എക്സില് 2 ഇലക്ട്രോൺ പോയി, അതുകൊണ്ടാണ് അതിന് എന്ത് ചാർജ് വന്നത്? +2. ഒരു എലിമെന്റിൽ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും നമ്പർ ഈക്വൽ ആണ്. ഏതെങ്കിലും ഒരാൾ കൂടുമ്പോഴാണ് ആ ചാർജ് അവിടെ കൂടുക. ഇവിടെ 2 പ്ലസ് ചാർജ് കൂടിയെന്ന് അർത്ഥം എന്താ? 2 ഇലക്ട്രോൺ പോയി. അപ്പോൾ ഇതിന് 2 ഇലക്ട്രോൺ പോയത് കൊണ്ടാണ് ഇതിങ്ങനെയായത് അല്ലേ? അപ്പോൾ ഈ 2 ഇലക്ട്രോൺ പോവാത്തപ്പമുള്ള കോൺഫിഗറേഷൻ എന്താ? 1s2 2s2 2p6 3s2. കണ്ടോ? 2 ഇലക്ട്രോണും കൂടെ ഉള്ളപ്പോൾ ഉള്ള കോൺഫിഗറേഷൻ ഇതായിരുന്നു. ഇതിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയത് കൊണ്ടാണ് ഇതിങ്ങനെയായത്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പം എക്സിൻ്റെ കോൺഫിഗറേഷൻ ഇത്. ഇനി Y-1. ഈ Y-1 ആവാൻ കാരണം എന്താ? Y എന്ന് പറഞ്ഞ എലിമെന്റിൽ ആദ്യം പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും നമ്പർ ഈക്വൽ ആയിരുന്നു. പക്ഷേ ഇപ്പം ഇലക്ട്രോണിന്റെ നമ്പർ കൂടുതലാണ് പ്രോട്ടോണിനേക്കാൾ. അതായത് എന്തുകൊണ്ടാണ്? ഒരു ഇലക്ട്രോൺ അവിടെ എക്സ്ട്രാ വന്നു. അപ്പോഴാണ് ഇത് ഇങ്ങനെ ആയത്. അപ്പോൾ എന്ത് ചെയ്യണം? അത് ശരിക്കും ഒറിജിനൽ ഫോമിൽ ആ ഒരൊറ്റ ഇലക്ട്രോൺ അങ്ങ് ഒഴിവാക്കിയാൽ മതി. അത് ഏത് ഇലക്ട്രോണാണ് പോവുക? നമ്മുടെ ഔട്ടർ മോസ്റ്റിലുള്ള 2s2 2p4. കണ്ടോ? ഇപ്പം എന്തായി? ഇപ്പം കറക്റ്റായി. കാരണം ഇതിൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ഉണ്ടായിരുന്നു. ആ ഒരു ഇലക്ട്രോണിനെ നമ്മൾ അങ്ങ് ഒഴിവാക്കിയപ്പം 4+2 6 ആയി. ഈ എക്സിൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രോണ് 2 ഇലക്ട്രോൺ അധികം കുറവായിരുന്നു. ആ 2 ഇലക്ട്രോണിനെ കൊടുത്തപ്പം അതും ന്യൂട്രലായി. മനസ്സിലായോ? ഇനി നിങ്ങളോട് വെച്ചൊരു കോമ്പൗണ്ട് വിച്ച് ഇസ് ഫോം ബൈ ദി എലിമെൻറ്റ് X and Y. ഇപ്പം നമുക്കറിയാം X and Y വെച്ചിട്ടൊരു കോമ്പൗണ്ട് ഫോം ചെയ്യണം. ഇവിടെ അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. അവർ തരണ്ട, നമ്മൾ നോക്കുക. ദിസ് എക്സ് എലിമെൻറ്റ് ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു റിമൂവ് 2 ഇലക്ട്രോൺ. 2 ഇലക്ട്രോണിനെ കൊടുക്കാനാണ്. സോ എക്സിൻ്റെ വാലൻസി 2 ആണ്. Y 4+2 6. ഇതിന് വൈക്ക് ഗ്രേറ്റർ ടെൻഡൻസി ടു ആക്സെപ്റ്റ് 2 ഇലക്ട്രോണാണ്. ഈ വൈക്ക് ഔട്ടർ മോസ്റ്റിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. അപ്പം അതിന് 2 ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ അത് 8 ഇലക്ട്രോൺ ആവും. ഇതിൻ്റെ കേസിൽ എക്സിൻ്റെ കേസിൽ ഇതിന് 2 ഇലക്ട്രോൺ ഒഴിവാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ രണ്ടാളെയും വാലൻസി എന്താണ്? 2 ആണ് അല്ലേ? 2 ആണ്. അപ്പോൾ രണ്ടാളെയും ക്രോസ് ചെയ്യുക. എന്താണോ? X2 Y2 എന്ന് കിട്ടും. 2 രണ്ടാൾക്കും കോമൺ ആയതുകൊണ്ട് നമ്മൾ ഇവരെ എന്ത് ചെയ്യും? 2-നെയും ഡിവൈഡ് ചെയ്തിട്ട് ദ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഇസ് XY. ദി കോമ്പൗണ്ട് ഫോം ബൈ ദീസ് 2 എലിമെൻറ്റ്സ് ആർ X and Y. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇതൊക്കെ ഞാൻ കുറച്ച് സ്പീഡ് പറഞ്ഞു. ഓൾറെഡി നമ്മൾ ഇതുപോലത്തെ നിറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്.
പല ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് അല്ലേ നിങ്ങളെ ഡൗട്ട് പറഞ്ഞിട്ടും അല്ലാതെയും ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറ, നമുക്ക് പറ്റുന്നത് പോലെ ചെയ്തു തരാം കേട്ടോ. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാൻ മനസ്സിലാവാത്തവർക്ക് സെപ്പറേറ്റ് ആയിട്ട് വീണ്ടും ഒരു ഡൗട്ട് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് ചെയ്തു തരാം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാം. മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ കമൻസിലിട്ടോളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ ഇതേപോലെ കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങൾക്ക് എക്സാം ഒരു 2 weeks ബിഫോർ നോട്ടിഫിക്കേഷൻ തരും. പഠിച്ച് തീർക്കുക ലെസൺസ്. കാരണം സെക്കൻഡ് ലെസൺ പഠിച്ച് തീരേണ്ട സമയം കഴിഞ്ഞു അല്ലേ. നമുക്ക് ജൂലൈയിൽ തുടങ്ങി, ജൂണിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തില്ല, ജൂൺ കഴിഞ്ഞു, ജൂലൈ കഴിഞ്ഞു, ഓഗസ്റ്റ് ഇതാ ഓൾമോസ്റ്റ് കഴിയാനായി. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെസൺ പഠിച്ച് തീർക്കണ്ടേ. അപ്പോൾ എല്ലാവരും വേഗം പഠിച്ച് തീർക്കുക, എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് എക്സാം ചെയ്യാം. ഓക്കെ, താങ്ക്